Start camera. Rolling, sir. Action! സ്വരാജ് സ്വാഗതം. വളരെ ഹൃദയസ്പർശിയായ ആ പരാമർശം തെറ്റിദ്ധരിക്കപ്പെട്ടോ? ശ്രദ്ധിക്കാനിടയായപ്പോൾ ഒരു വല്ലാത്ത യുദ്ധോന്മാദത്തിന്റെ പ്രതീതിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്റെ പൊന്നു മക്കളെ എന്നില്ല. അപ്പോൾ യുദ്ധത്തിന്റെ കെടുതികൾ ചരിത്രം നമ്മോട് വിശദീകരിക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നുമുണ്ട്. നമുക്ക് ജാതിയില്ല, മതമില്ല, എല്ലാ മതങ്ങളും ഒന്നാണ്. അപ്പോൾ ഒരു സമൂഹമാകെ യുദ്ധോന്മാദികളായി മാറുന്നുവോ എന്ന സംശയം ജനിച്ചപ്പോഴാണ് യുദ്ധത്തിൽ വിജയികളില്ലെന്നും ആദ്യം പരാജയപ്പെടുക സ്ത്രീകളും കുട്ടികളുമാണ് എന്നുമൊക്കെയാണ് ഞാൻ വിശദീകരിച്ചത്. ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? പാകിസ്ഥാൻ തലയ്ക്ക് പിടിച്ചവരിൽ കൂടുതലും സംഘപരിവാർ ബന്ധമുള്ളവരാണെന്നുള്ളത് കൊണ്ട് സ്വരാജ്, അതിൽ സംഘപരിവാറുകാരും മാത്രമായിരുന്നില്ല ഉള്ളത്, ഇടതുപക്ഷ അനുഭാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്, അങ്ങനെ ഉന്നയിക്കുന്നവരുടെ സമനില തെറ്റിപ്പോയി യുദ്ധാഭിമുഖ്യത്താൽ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരുത്തൻ അപകടം പറ്റി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? യുദ്ധത്തിലേക്ക് പോകണം എന്ന് മനസ്സുകൊണ്ട് മനുഷ്യരാരും ആഗ്രഹിക്കാൻ പാടില്ല. 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. ഹമാസിന്റെ ജാതകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പ്രത്യേകമായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സന്ദർഭമല്ലിത്. ഹമാസ് ഭീകര സംഘടനയാണോ എന്നാണ്. ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ്. ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ്. ആ നഷ്ടപ്പെട്ട വിഭാഗം പലതരത്തിലും ചെറുത്തു നിൽക്കും, തിരിച്ചടിക്കും. വെള്ളച്ചിലെടുക്കല്ലേ. ആ സമയത്ത് തിരിച്ചടിക്കുന്നവന്റെ ജാതകം പരിശോധിക്കുന്നതല്ല പ്രസക്തമായിട്ടുള്ളത്. ഹമാസ് അയച്ച 5000 റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് അതേ മനുഷ്യർ തന്നെ ഒരു വലിയ കൂട്ടക്കുരുതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതും ഒരു സിവിലിയന്റെ രക്തം പോലും ചിന്താതെ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന. യുദ്ധം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ആഗ്രഹിക്കേണ്ടതും എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് കാണുന്നതിനകത്ത് എനിക്കൊരു അസ്വസ്ഥതയുണ്ട്. അത് ശരിയാ. കാരണം ഈ സമയത്ത് നമ്മൾ ആരും യുദ്ധത്തിനോടൊപ്പമല്ല, പക്ഷെ സൈന്യത്തോടൊപ്പമാണ്. സങ്കുചിതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള ആശയപ്രചരണങ്ങളിൽ ആരും വീണു പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, आतंक का हर संगठन जान चुका है कि हमारी बहनों बेटियों के माथे से सिंदूर हटाने का अंजाम क्या होता है.